ഓവർ തിങ്കിങ് എല്ലാ മനുഷ്യരിലും കോമൺ ആയി കാണുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഈ ഓവർ തിങ്കിങ്ങിന് കാരണം എന്ന് പറയുന്നത് പലതുണ്ട്. അതായത് നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് വറിയിടാന്ന്, പിന്നെ ചില ഗസ്സുകൾ നടത്തുന്നത്, ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങളുടെ തലച്ചോറിലെത്തുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടും. ആ ഒരു പ്രവർത്തനത്തിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഓവർ തിങ്കിങ്ങിനെ കൊണ്ട് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. അതായത് ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഇതിൻ്റെ ദോഷങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസിന് ഇത് മൊത്തമായിട്ടും ഇല്ലാതാക്കും. അതായത് ഫുള്ളായിട്ട് ഇല്ലാതാക്കും. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടും മുമ്പേ അതിനെക്കുറിച്ച് ചിന്തിച്ചിതാക്കുക. ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പല വശങ്ങളെയും നമ്മൾ ചിന്തിച്ച് നെഗറ്റീവ് ആക്കും. നമ്മൾ അത് ചെയ്യാനുള്ള എല്ലാ ഇതും തലച്ചോറിൻ്റെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഇതാക്കും. കാരണം നാഡീവ്യൂഹം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഒരുപാട് ഊർജ്ജം കളയും. തലച്ചോറ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഒരുപാട് ഊർജ്ജം പോകും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഊർജ്ജം പോകും. നിങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങളുടെ തലച്ചോറിലേക്ക് എടുക്കുന്നത് കൊണ്ടാണ് ഈ ഓവർ തിങ്കിങ് വരുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിന്നും വാർത്തയിൽ നിന്നൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ നിങ്ങളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കൂടുതലായിട്ടുള്ള ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ പാസ്റ്റിനെ കുറിച്ചിട്ടായിരിക്കും. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കും. കാരണം എന്ന് വെച്ചാൽ പാസ്റ്റ് നമ്മൾ പാസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നല്ലോ, നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി, ഇനിയിപ്പോൾ എങ്ങനെ ശരിയാക്കുക. അതായത് പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര ചിന്തിച്ചാലും ചിന്തിച്ച് ഒരു ദിവസവും പോകും, നിങ്ങളുടെ സമയവും പോകും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ്, അതായത് ഇതിൻ്റെ പലതരം സൈഡ് എഫക്റ്റ് ഏതെല്ലാന്ന് വെച്ചാൽ, ഇത് ഒന്നാമത് നമുക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സും, അതായത് ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം ഉണ്ടാവും. നിങ്ങളുടെ പ്രഷർ കൂടും, നിങ്ങളുടെ ആരോഗ്യം കുറയും, നിങ്ങളുടെ കോൺഫിഡൻസ് കുറയും, നിങ്ങൾ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലൊക്കെ ഇതാക്കും. അതായത് നമ്മൾ മറ്റുള്ളവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും. നമ്മളെ മിസ്റ്റേക്സ് ഒരുപാട്, നമുക്ക് ഒരു മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായിട്ട് മിസ്റ്റേക്ക് ഉണ്ടാവും. നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് തന്നെ നമ്മൾ ഭയങ്കര സങ്കടപ്പെടും. ഇത്രയും കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ കോസസ് ആണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിറ്റി, ലൈഫിൻ്റെ ക്വാളിറ്റിനെ ഇത് ബാധിക്കും. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഉറക്കം കിട്ടില്ല. പിന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതവും നമ്മളെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യും. ഈ കമ്പയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി, അതായത് നമ്മൾ നല്ല രീതിയിലായിരിക്കും ജീവിക്കുക, പക്ഷേ മറ്റൊരാൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരെ പോലെ നമ്മൾ അയ്യോ നമ്മളിങ്ങനെ ആവുന്നില്ലല്ലോ, നമ്മളെ ജീവിതം എന്താ ഇങ്ങനെ, അപ്പം നമ്മൾ അപ്പുറമുള്ളവരോടൊക്കെ വഴക്കിടും. കാരണം എന്താ, അവരെല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നത്, നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നെല്ലാം പറഞ്ഞ് അവരോട് ഇതാക്കും. പല വിധത്തിലുള്ള ഇതുണ്ട്. പിന്നെ ഇതിനെ ഓവർകം ചെയ്യാനുള്ള കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ മൈൻഡ്ഫുൾനെസ് അഥവാ മെഡിറ്റേഷൻ ചെയ്യണം. അതായത് കൃത്യമായ രീതിയിലുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളുടെ ഇടയ്ക്ക് അടച്ചു കൂട്ടപ്പെടുമ്പോൾ നിങ്ങളുടെ തലക്ക് ഒരു തലപ്പെരിപ്പവും തലവേദനയൊക്കെ ഉണ്ടാകുന്നത്. ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടുമ്പോൾ നമുക്ക് തലയോട്ടിൻ്റെ സൈഡിൽ നിന്നെല്ലാം നല്ല വേദനയും പിന്നെ തലവേദന, ക്ഷീണവും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നില്ല, മനസ്സ് മാത്രമാണ് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിന് വേറെ ആക്ടിവിറ്റീസ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം, അതായത് വെറുതെ ഇരിക്കുകയാണെങ്കിലാണ് ഈ ചിന്തകൾ കൂടുക. വെറുതെ ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റുള്ളവരുടെ ടെൻഷൻ, മറ്റുള്ളവർ നമുക്ക് തരുന്ന ടെൻഷൻ, അതായത് ഈ സോഷ്യൽ മീഡിയ, പേപ്പർ, അങ്ങനത്തെ ഇതൊക്കെ വായിച്ചിട്ട് കിട്ടുന്ന ഒരുപാട് ടെൻഷൻ, ചിലരുടെ ഇത്. അപ്പോൾ അവരെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ്, ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻസ് ആയിരിക്കും. നിങ്ങളിങ്ങനെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വിവരങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ വിവരങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കും. അപ്പോൾ ഈ ചിന്തകൾ ആണ് നിങ്ങൾ ഇതാക്കുന്നത്. അതായത് നിങ്ങൾ അധികമായ ഇത് സോഷ്യൽ മീഡിയ ഇതാക്കുക. അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്യുക, കൃത്യമായ രീതിയിലുള്ള മെഡിറ്റേഷൻ. അതായത് രാവിലെ എഴുന്നേറ്റ് ചെയ്യൂ. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിന് രക്ഷപ്പെടാൻ സാധിക്കും. കൃത്യമായ ബ്രീത്തിങ് എക്സസൈസ്, കൺട്രോൾഡ് ആയിട്ടുള്ള ഇത്, ഫുഡ് ഡയറ്റ്, ഇതെല്ലാം ഇതാക്കുക. മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യവും ഇതാക്കുക. പിന്നെ കുറച്ച് റെയിൻ നോയ്സിൻ്റെ പ്രോബ്ലം ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക.
പിന്നെ ഓവർ തിങ്കിങ് മാറ്റാനൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ജേണൽ അഥവാ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് പിന്നീട് എടുത്ത് വായിച്ച് നോക്കാൻ പറ്റും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മളെന്തെല്ലാം എഴുതി കൂട്ടിയത്, അതായത് നമ്മളെന്തെല്ലാം ചിന്തിച്ച് കൂട്ടിയത്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരിക്കലും വിചാരിക്കില്ല. പിന്നെ പുറത്തു പോകുക, പുറത്തു പോയി പുറം ലോകമൊക്കെ ഒന്ന് കണ്ട് കാഴ്ചകളെല്ലാം കാണുമ്പോൾ ശരീരം അടുത്തൊരു വ്യായാമമാണ്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനത്തേലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പലതരത്തിലുള്ള ഓവർ തിങ്കിങ് വരും. കാരണം നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഓവർ തിങ്കിങ്ങിന് കൂടുക. ഓവർ തിങ്കിങ്ങിനെ കൂടുന്നതിലൂടെ പലതരം പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായ ഇത് ചിന്തിക്കാനൊരു സമയം കൊടുക്കുക. അതായത് ഒരു 15-30 മിനിറ്റ് സമയം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുക. അപ്പോൾ ആ മാറ്റി വെക്കുന്ന ആ സമയം മാത്രം ചിന്തിക്കാൻ എടുക്കുക, അല്ലാണ്ട് കൂടുതൽ സമയം എടുക്കാണ്ടിരിക്കുക. കൂടുതൽ സമയം നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാൻ കൊടുത്താൽ അത് ഇതാക്കുക. കൃത്യമായൊരു സമയം ഇതിന് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ, അതായത് ശാരീരികമായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മനസ്സിൽ ഓവർ തിങ്കിങ് കുറക്കാൻ പറ്റും. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടും. അപ്പോൾ ഫ്രീ ടൈം കിട്ടാണ്ടിരിക്കാനുള്ള ചാൻസാണ് ഇത്. ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ പരമാവധി ചെയ്യുക. അത് ഒരു കുറച്ച് മണിക്കൂറുകൾ ഇതാക്കുക. പിന്നെ ഒരുപാട് ക്ലബ്ബുകളിൽ മീറ്റിങ്ങുകളിലെല്ലാം പോയിട്ട് നിങ്ങൾ സോഷ്യലി ഒന്ന് ആക്റ്റീവേറ്റ് ആവുക. അപ്പം നിങ്ങൾ സോഷ്യലി ആക്റ്റീവ് ആകുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും, ഒരുപാട് ഇത് കിട്ടും. പിന്നെ ഈ ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങളുടെ സ്ട്രെസ്സ്, ആങ്സൈറ്റി എല്ലാം കുറക്കാൻ പറ്റും. നിങ്ങളെ പേടി, കാരണം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവും. ഒരുപാട് പേടി ഉണ്ടാകുമ്പോൾ അതും നിങ്ങളുടെ ലൈഫിനെ ബാധിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക. കൂടാതെ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ്, അതായത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവായി ചിന്തിക്കുന്നതിലൂടെ നെഗറ്റീവ് മാത്രമേ കിട്ടും. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിലൂടെ പോസിറ്റീവാണ് കിട്ടുക. നിങ്ങൾക്ക് ഒരു ഊർജം കിട്ടും. ലൈഫിനൊരു ഊർജം കിട്ടുന്നതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നെഗറ്റീവ് ചിന്തകളെ ഇതാക്കിയിട്ട് പോസിറ്റീവ് ചിന്തകൾ ഇതാക്കുക. നല്ലൊരു പെർസ്പെക്റ്റീവിൽ ജീവിതത്തിൽ കാണുക. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. പിന്നെ ഒരാളെക്കുറിച്ച് തന്നെ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ പലരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാണ്ടിരിക്കുക. നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് ഓവർ തിങ്കിങ് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പലവിധ ആക്ടിവിറ്റീസ് ചെയ്യുക. അതായത് മ്യൂസിക്കൊക്കെ വളരെ നല്ലതാണ്. കാരണം പല ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കും പിന്നെ സിനിമയിലെ പാട്ടുകൾ അതെല്ലാം കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ ഈ ഓവർ തിങ്കിങ് കുറയും. പിന്നെ നിങ്ങൾക്ക് സിനിമ കാണാം, അതായത് ഇതുപോലത്തെ എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ കാണാം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരുപാടായിട്ടുള്ള ഓവർ തിങ്കിങ് ഇത് കുറക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇൻഫർമേഷൻസ് എടുക്കുന്നത് കുറക്കുക. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ കാണും. അപ്പം നമ്മൾ